ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട് ചർച്ച ചെയ്യുന്ന വിഷയം കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നേരത്തെ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ കോൺട്രാക്ട് കോസ്റ്റിങ്ങും അതുപോലെ തന്നെ ജോബ് കോസ്റ്റിങ്ങും ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കോസ്റ്റിംഗ് പ്രോസസ്സുകൾ മെത്തേഡുകൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ പ്രോസസ് കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രോഡക്റ്റ് ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകളിലൂടെ കടന്നു പോയിട്ടാണ് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നത് എങ്കിൽ, ഫിനിഷ്ഡ് ഗുഡ്സായി മാറുന്നത് എങ്കിൽ അത്തരം പ്രോഡക്റ്റുകൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന കോസ്റ്റിംഗ് ആണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഇഷ്ടിക കളത്തിൽ ഒരു ഇഷ്ടിക നിർമ്മാണം നടക്കുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽസുകൾ ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകളിലൂടെയാണ് കടന്നു വരുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മണ്ണ് ശേഖരിക്കണം. അതുപോലെ തന്നെ മണ്ണ് നന്നായിട്ട് ക്ലേ ആക്കിയിട്ട് കുറച്ച് ദിവസം വെക്കണം. ക്ലേ ആക്കിയതിന് ശേഷം അത് ഇഷ്ടികയാക്കണം. ഇഷ്ടികയാക്കിയിട്ട് അത് ഉണങ്ങുന്നതിന് വേണ്ടി കുറച്ച് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ചൂളയിലേക്ക് മാറ്റണം. ചൂളയിൽ കുറച്ച് ദിവസം നിൽക്കണം. അത് കഴിഞ്ഞാൽ ചൂളയിൽ നിന്ന് എടുത്ത് അത് കളറിങ്ങിന് വേണ്ടിയിട്ട് എടുക്കണം. കളറിങ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം എടുക്കണം. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകളിലൂടെ ഒരു പ്രോഡക്റ്റ് കടന്നു പോകുന്നതിനെയാണ് ഇവിടെ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കൊരു സംശയം ഉണ്ടാവും, നേരത്തെ ജോബ് കോസ്റ്റിംഗ് കണ്ട ആളുകൾക്ക് ജോബ് കോസ്റ്റിങ്ങും പ്രോസസ് കോസ്റ്റിങ്ങും ഒന്ന് തന്നെയല്ലേ എന്നുള്ളത്. കാരണം എല്ലാ പ്രോഡക്റ്റുകളും ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകളിലൂടെ കടന്നു പോയിട്ടല്ലേ ഒരു പ്രോഡക്റ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നത് എന്നൊരു സംശയം ഉണ്ടാവും. അതുകൊണ്ട് അത് എൻ്റയർലി ഡിഫറൻ്റ് ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ ചർച്ചയ്ക്ക് എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതിൻ്റെ ഡിഫറൻസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. ദെൻ പ്രോസസ് കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഫീച്ചേഴ്സുകൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്വാൻറ്റേജസുകൾ, ഒരു പ്രോസസ് കോസ്റ്റിംഗ് നടത്തുന്നതിലൂടെയുള്ള അഡ്വാൻറ്റേജസുകൾ, അതുപോലെ ഡിസഡ്വാൻറ്റേജസുകൾ, ഒപ്പം തന്നെ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സും, അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് കോസ്റ്റിംഗ് ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഭാഗവുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ പാർട്ടിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ പാർട്ട് നമുക്ക് തൊട്ടടുത്ത ദിവസം ചർച്ചയ്ക്ക് എടുക്കണം. ഒരുപാട് പഠനാർഹമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള കമൻസുകൾ, സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് സ്ക്രീനിൽ നോട്ട്സോടു കൂടി കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട് ചർച്ച ചെയ്യുന്നത് പ്രോസസ് കോസ്റ്റിംഗ് ഈസ് വൺ ഓഫ് ദി ബേസിക് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. കോസ്റ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബേസിക് മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ വ്യത്യസ്ത കോസ്റ്റിംഗ് മെത്തേഡുകൾ ചർച്ച ചെയ്തതാണ്. അതുപോലെ തന്നെ ഇനി തുടർന്നുള്ള പാർട്ടുകളിലൊക്കെ നമ്മൾ വ്യത്യസ്ത മെത്തേഡുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദോസ് ഇൻഡസ്ട്രീസ്. ഏത് തരം ഇൻഡസ്ട്രിയിലാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, വെർ എ പ്രോഡക്റ്റ് പാസസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് മാനുഫാക്ചർ ബിഫോർ ഇറ്റ് ബിക്കംസ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആകുന്നതിൻ്റെ മുന്നേ ഒന്നിൽ കൂടുതൽ സ്റ്റേജസിലൂടെ കടന്നു പോകുന്ന പ്രോഡക്റ്റുകൾക്കാണ് ഇത്തരം പ്രോസസ് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോഡക്റ്റ് ഒന്നിൽ കൂടുതൽ ഡിസ്റ്റിങ്റ്റീവ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് പ്രോസസ് കോസ്റ്റിംഗ് ഉപയോഗിക്കാവുന്നതാണ്. വിച്ച് ഈസ് യൂസ്ഡ് ടു അസർടെയിൻ ദ കോസ്റ്റ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ്റെ ഓരോ സ്റ്റേജിലും നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഈ ഒരു കോസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓരോ ഘട്ടത്തിലും നമുക്ക് ഓരോ പ്രോഡക്റ്റുകൾക്കും, ഈച്ച് ഇൻഡിവിജ്വൽ പ്രോഡക്റ്റുകൾക്കും എത്രയാണ് കോസ്റ്റ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. അതിനുവേണ്ടിയാണ് ഈ ഒരു കോസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആവറേജ് കോസ്റ്റിംഗ്. ദെൻ ഇതിനെ നമ്മൾ ആവറേജ് കോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ ഒരു പേര് കൂടി ഇതിന് വിളിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഓരോ ഇൻഡിവിജ്വൽ പ്രോഡക്റ്റിനും എത്രയാണ് ചിലവ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ആവറേജ് കോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ദെൻ ഒപ്പം തന്നെ കണ്ടിന്യൂസ് കോസ്റ്റിംഗ്, അതായത് പ്രോഡക്റ്റിൻ്റെ വ്യത്യസ്ത പ്രോസസ്സുകളിൽ ഇത് കൃത്യമായിട്ട് കാൽക്കുലേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഡിസ്റ്റിങ്റ്റീവ് പ്രോസസ്സിലൂടെ കഴിഞ്ഞിട്ടാണ് ഇതൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആകുന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഇത് കോസ്റ്റിംഗ് നടത്തുന്നത് കൊണ്ട് ഇതിനെ കണ്ടിന്യൂസ് കോസ്റ്റിംഗ് എന്നും വിളിക്കുന്നുണ്ട്.
പ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ കോഹ്ലറുടെ അഭിപ്രായത്തിൽ പ്രോസസ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വെയർ ബൈ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു പ്രോസസ് ഓർ ഓപ്പറേഷൻസ് ആൻഡ് ആവറേജ്ഡ് ഓവർ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പ്രോസസ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്, ഒരു സാധാരണയുള്ള ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. വെയർ ബൈ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു പ്രോസസ്, കോസ്റ്റ് ഓരോ പ്രോസസ്സിലും ചാർജ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓർ ഓപ്പറേഷൻസ് ഓൾസോ, ഓപ്പറേഷനിലും അതല്ലെങ്കിൽ പ്രോസസ്സിലേക്ക് കോസ്റ്റ് നേരിട്ട് ചാർജ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ആവറേജ്ഡ് ഓവർ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്, അത് ആ കോസ്റ്റ് എത്ര യൂണിറ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആ യൂണിറ്റിലേക്ക് ആവറേജ് ചെയ്യുക എന്ന് വെച്ചാൽ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്, അഥവാ ഒരു ശരാശരി ഒരു യൂണിറ്റിന് എത്രയാണ് കോസ്റ്റ് വരിക എന്നുള്ളൊരു കാൽക്കുലേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോഹ്ലറുടെ അഭിപ്രായത്തിൽ ഈ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിനെ പ്രോസസ്സിലേക്ക് ചാർജ് ചെയ്യുന്നു, ഒപ്പം തന്നെ അത് ഒരു ആവറേജ് കണ്ടെത്തുന്നു എന്നുള്ളതും, ആവറേജ് കോസ്റ്റ് കണ്ടെത്തുന്നു എന്നുള്ളതും കൂടിയാണ്. ദെൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ് പ്രൊഡക്ഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രോഡക്റ്റ് ഓരോ ചെറിയ ചെറിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി വിൽക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആ ഒരു പ്രക്രിയയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞിരുന്നു, ഒരു ഇഷ്ടിക കളത്തിൽ ഇഷ്ടിക ഉണ്ടാക്കുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു ക്ലേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ക്ലേ വിൽക്കുകയല്ല ചെയ്യുന്നത്, ക്ലേ പിന്നെ ഇഷ്ടികയാക്കും, ഇഷ്ടിക ഉണ്ടാക്കി ഉടനെ വിൽക്കുകയല്ല ചെയ്യുന്നത്, ആ ഇഷ്ടിക പിന്നെ ചൂളയിലിടും, അത് അടുത്ത പ്രോസസ്സാണ്. ചൂളയിലിട്ട ഉടനെ വിൽക്കുന്നില്ല, ദെൻ മറിച്ച് അത് കളറിങ്ങും കാര്യങ്ങളൊക്കെ നടന്ന് വീണ്ടും ഉണക്കാനൊക്കെ വെച്ചിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഇത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് വൺ, പ്രോഡക്റ്റ് പാസസ് ത്രൂ 2 or more distinct process for completion. രണ്ടോ അതിൽ കൂടുതലോ ഉള്ള വ്യത്യസ്ത പ്രോസസ്സിലൂടെയാണ് പ്രോഡക്റ്റ് പാസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അക്കൗണ്ടിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഈച്ച് പ്രോസസ് ഈസ് എ കോസ്റ്റ് യൂണിറ്റ്, ഓരോ പ്രോസസ്സിനെയും കോസ്റ്റ് യൂണിറ്റ് എന്ന പേരിൽ നമുക്ക് വിളിക്കാവുന്നതാണ്. കാരണം ഓരോ കോസ്റ്റിലും ഓരോ പ്രോസസ്സിലും ഓരോ സ്റ്റേജിലും നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ തേർഡ് വൺ, പ്രോഡക്ട്സ് ആർ സ്റ്റാൻഡേർഡൈസ്ഡ് ആൻഡ് ഹോമോജീനിയസ്. പ്രോഡക്റ്റുകളൊക്കെ കൃത്യമായിട്ട് സ്റ്റാൻഡേർഡുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഓരോ ലെവലിലെത്തുമ്പോഴും എത്രയാണ് കോസ്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു നേരത്തെ തന്നെ ഒരു പ്ലാനിങ് ഉണ്ടാവും. അപ്പോൾ ഓരോ പ്രോഡക്റ്റുകളും കൃത്യമായിട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്യും. ദെൻ ആൻഡ് ഹോമോജീനിയസ്, എല്ലാ പ്രോഡക്റ്റുകളും ഒരേപോലെയുള്ളതായിരിക്കും. ഇപ്പം നമ്മൾ ഒരു ഇഷ്ടിക കളത്തിലെ എല്ലാ ഇഷ്ടികകളും ഒരേപോലെയുള്ള, അല്ലെങ്കിൽ ഒരു കൂട്ടം ഇഷ്ടികകളെല്ലാം ഒരേ സൈസ് ഉള്ളത്, ഒരേ കളർ ഉള്ളത്, ഒരേ നേച്ചർ ഉള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഴുവൻ പ്രോഡക്റ്റുകളും ഹോമോജീനിയസ് സ്വഭാവമുള്ളതായിരിക്കും, ഒരേപോലെയുള്ളതായിരിക്കും എന്നുള്ളതാണ്. ദെൻ നാലാമത്തേത്, പ്രോഡക്ട്സ് ആർ നോട്ട് ഡിസ്റ്റിങ്വിഷബിൾ ഇൻ പ്രോസസ്സിംഗ് സ്റ്റേജ്. ദെൻ ഓരോ ഘട്ടത്തിലും പ്രോഡക്റ്റുകൾക്ക് വ്യത്യാസങ്ങളൊന്നും സംഭവിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഈ ഓരോ ഇൻഡിവിജ്വൽ പ്രോഡക്റ്റുകൾ തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. നേരത്തെ ഹോമോജീനിയസ് പറഞ്ഞതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു പോയിന്റ്. ദെൻ അഞ്ചാമത്തേത്, ഫോർ ഈച്ച് പ്രോസസ് എ സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ്. ഓരോ പ്രോസസ്സിലും ഓരോ സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പ്രോസസ് 1 എന്ന് പറഞ്ഞ് ഒന്നാമത്തെ സ്റ്റേജിൽ ഒരു അക്കൗണ്ട് തയ്യാറാക്കും, ദെൻ പ്രോസസ് 2 എന്ന് പറഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജിൽ, പ്രോസസ് 3 എന്ന് പറഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജിൽ, അങ്ങനെ ഓരോ സ്റ്റേജിലും ഘട്ടം ഘട്ടമായിട്ട് അക്കൗണ്ട് തയ്യാറാക്കും, അത് കോസ്റ്റിംഗ് നടത്തും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ആറാമത്തേത്, ദ കോസ്റ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പ്രോസസ് ടു അനദർ പ്രോസസ് എലോങ് വിത്ത് ഇറ്റ്സ് ഔട്ട്പുട്ട്. ദെൻ അവിടെ ഒരു സ്റ്റേജിൽ നമ്മൾ കോസ്റ്റിംഗ് നടത്തി തൊട്ടടുത്ത സ്റ്റേജിൽ പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കും. അങ്ങനെ പ്രോസസ് 1, പ്രോസസ് 2, പ്രോസസ് 3 ഇങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഓരോ അക്കൗണ്ട് ഉണ്ടാക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോസസ്സിൽ നിന്നും നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോസ്റ്റ് നമ്മൾ തൊട്ടടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും വിത്ത് ഇറ്റ്സ് ഔട്ട്പുട്ടോട് കൂടി ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ആറാമത്തെ പോയിന്റിൽ പറയുന്നത്. ദ കോസ്റ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പ്രോസസ്, ഒരു പ്രോസസ്സിൽ നിന്ന് കോസ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് ടു അനദർ പ്രോസസ്സ്, മറ്റൊരു പ്രോസസ്സിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും എലോങ് വിത്ത് ഇറ്റ്സ് ഔട്ട്പുട്ടോട് കൂടിയാണ്. സിംപ്ലി പറഞ്ഞാൽ ഒരു 100 പ്രോഡക്റ്റ് ഒരു 80% കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദെൻ അതിൻ്റെ 90%ലേക്ക് എത്തിക്കേണ്ട പ്രോസസ്സിലേക്ക് അതിൻ്റെ കോസ്റ്റും ഒപ്പം തന്നെ എത്രയാണോ എത്തി നിൽക്കുന്ന ഔട്ട്പുട്ട്, ആ ഔട്ട്പുട്ടും നേരെ അടുത്ത അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
ഏഴാമത്തേത് ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഓഫ് വൺ പ്രോസസ് ബിക്കംസ് ദ റോ മെറ്റീരിയൽ ഓഫ് ദി സബ്സീക്വൻറ്റ് പ്രോസസ്സ്. ഒന്നാമത്തെ പ്രോസസ്സിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്, അഥവാ ഒന്നാമത്തെ പ്രോസസ്സിൽ കൃത്യമായിട്ട് കോസ്റ്റിംഗ് നടത്തി അത് ക്ലോസ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ പ്രോസസ്സിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സായി. ഈ ഒന്നാമത്തെ പ്രോഡക്റ്റിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രോഡക്റ്റിലേക്കുള്ള റോ മെറ്റീരിയൽ ആയിരിക്കും എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ എടുത്ത എക്സാമ്പിൾ തന്നെ ഒന്ന് പറയാം. അഥവാ ഒരു ഇഷ്ടിക കളത്തിലുള്ള അവിടെ ക്ലേ എന്ന് പറയുന്നത് അവിടുത്തെ റോ മെറ്റീരിയലാണ്. ആ ക്ലേ റെഡിയാക്കി എടുക്കുന്നതാണ് അവിടുത്തെ ഫിനിഷ്ഡ് ഗുഡ്സ്. ദെൻ ക്ലേ എന്ന് പറയുമ്പോൾ അവിടെ ഇഷ്ടിക ഉണ്ടാക്കുന്നിടത്ത് അതിൻ്റെ റോ മെറ്റീരിയലാണ്. അവിടുത്തെ ആ പ്രോസസ്സിലെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു ഇഷ്ടികയാണ്. ദെൻ അത് ചൂളയിലേക്ക് ഇടുന്ന ഒരു പ്രോസസ്സ് അതിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിൽ നടക്കുമ്പം അവിടെ ചൂളയിലിടാത്ത ഇഷ്ടിക എന്ന് പറയുന്നത് റോ മെറ്റീരിയലാണ്. ചൂളയിലിട്ട ഇഷ്ടികയായിരിക്കും അവിടുത്തെ ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പ്രോസസ്സിൽ ഉണ്ടാക്കിയ കോസ്റ്റ് വിത്ത് ഔട്ട്പുട്ട് അത് രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. രണ്ടാമത്തെ പ്രോസസ്സിൽ ഉണ്ടാക്കിയ കോസ്റ്റ് വിത്ത് ഔട്ട്പുട്ട് മൂന്നാമത്തെ പ്രോസസ്സിലേക്ക് പോകും. ഇങ്ങനെ ഒന്നാമത്തെ പ്രോസസ്സിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കും രണ്ടാമത്തെ പ്രോസസ്സിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതാണ് ഏഴാമത്തെ പോയിന്റിൽ പറഞ്ഞത്. ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഓഫ് വൺ പ്രോസസ് ബിക്കംസ് ദ റോ മെറ്റീരിയൽ ഓഫ് ദി സബ്സീക്വൻറ്റ് പ്രോസസ്. ദെൻ എട്ടാമത്തേത് ദ ഔട്ട്പുട്ട് ഓഫ് ദ ലാസ്റ്റ് പ്രോസസ്, അഥവാ കംപ്ലീറ്റഡ് പ്രോസസ്സ്, എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്. ദെൻ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയി, ഫൈനൽ പ്രോസസ്സും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ഈസ് റെഡി ഫോർ സെയിൽ, അത് വിൽക്കാൻ വേണ്ടിയിട്ട് റെഡിയായി എന്നുള്ളതാണ്. ദെൻ ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്, ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതാണ്. ദെൻ ഒമ്പതാമത്തേത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്, ലേബർ ആൻഡ് ഓവർഹെഡ്സ് ആർ കളക്റ്റഡ് ഫോർ ഈച്ച് പ്രോസസ് ആൻഡ് ചാർജ്ഡ് അക്കോർഡിംഗ്ലി. ദെൻ ഓരോ പ്രോസസ്സിലെയും റോ മെറ്റീരിയൽ, ലേബർ ചാർജുകൾ, ദെൻ മറ്റു ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളൂടെ എല്ലാം ചേർന്നിട്ടുള്ള ഓവർഹെഡ്സുകളെല്ലാം ഒന്നിച്ച് കളക്ട് ചെയ്യുകയും ദെൻ അത് ഓരോന്നും സെപ്പറേറ്റ് ചാർജ് ചെയ്യുകയും ചെയ്യും. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് പറയാം. ദെൻ അടുത്തത് അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ദെൻ ദ കോസ്റ്റ് ഓഫ് ഈച്ച് പ്രോസസ് ക്യാൻ ബി ഈസിലി കമ്പ്യൂട്ടഡ്. ദെൻ ഓരോ പ്രോസസ്സിലെയും കോസ്റ്റുകൾ നമുക്ക് ഈസി ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞ ഉടനെ തന്നെ അത് കോസ്റ്റിംഗ് നടത്തുന്നു, രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞാൽ വീണ്ടും കോസ്റ്റിംഗ് നടത്തുന്നു, മൂന്നാമത്തെ ഘട്ടം കഴിഞ്ഞാൽ വീണ്ടും കോസ്റ്റിംഗ് നടത്തുന്നു. ഓരോ ഘട്ടത്തിലും ഈസി ആയിട്ട് നമ്മൾ കോസ്റ്റിംഗ് നടത്തുന്നു. ദെൻ രണ്ടാമത്തേത് പ്രോഡക്ട്സ് ആർ ഹോമോജീനിയസ്, ഹെൻസ് ഇറ്റ് ഈസ് ഈസി ടു കമ്പ്യൂട്ട് ആവറേജ് കോസ്റ്റ്. എല്ലാ പ്രോഡക്റ്റുകളും ഹോമോജീനിയസ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും കോസ്റ്റുകളും തുല്യമായിരിക്കും. അപ്പോൾ ഈ എല്ലാത്തിൻ്റെയും കോസ്റ്റുകൾ തുല്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ആവറേജ് കോസ്റ്റ് കാണാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തെ ഇറ്റ് ഈസ് പോസിബിൾ ടു അസർടെയിൻ ദ കോസ്റ്റ് പീരിയോഡിക്കലി അറ്റ് ഷോർട്ട് ഇൻ്റർവെൽ. ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും നമ്മൾ കോസ്റ്റിംഗ് നടത്തുന്നത് കൊണ്ട് തന്നെ ദെൻ പോസിബിൾ ടു അസർടെയിൻ ദ കോസ്റ്റ് പീരിയോഡിക്കലായിട്ട് നമുക്ക് കൃത്യമായിട്ട് കോസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ അറ്റ് ഷോർട്ട് ഇൻ്റർവെൽ, കുറഞ്ഞ സമയത്ത് തന്നെ അത് കൃത്യമായിട്ട് നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. ദെൻ നാലാമത്തേത് ദ അക്കൗണ്ടിങ് സിസ്റ്റം ഈസ് സിംപ്ലർ ആൻഡ് ഈസ് ലെസ് എക്സ്പെൻസീവ് കമ്പയർഡ് ടു ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പം പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ലെസ് കോസ്റ്റ്ലി ആണ്, ദെൻ സിംപ്ലിയർ ആണ്. നേരത്തെ നമ്മൾ ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ജോബ് മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ജോബ് കോസ്റ്റിംഗ് തയ്യാറാക്കുന്നത്. പക്ഷേ പ്രോസസ് കോസ്റ്റിങ്ങിൽ ഓരോ പ്രോസസ്സിലും നമ്മൾ കോസ്റ്റിംഗ് നടത്തുന്നു. പ്രോസസ് 1, പ്രോസസ് 2, പ്രോസസ് 3, ഇങ്ങനെ ഓരോ പ്രോസസ്സിലും നമ്മൾ ഒരേ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പം തന്നെ അതിൻ്റെ വ്യത്യസ്ത പ്രോസസ്സുകളിൽ കോസ്റ്റിംഗ് നടത്തുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇതിനെ സിമ്പിളാക്കുന്നത്. ദെൻ അഞ്ചാമത്തേത് ഇറ്റ് ഹെൽപ്സ് ടു മെഷർ ദി എഫിഷ്യൻസി ഓഫ് ഈച്ച് പ്രോസസ്സ്. ഓരോ ഘട്ടത്തിലെയും എഫിഷ്യൻസികൾ കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ഓരോ ഘട്ടത്തിലും കോസ്റ്റിംഗ് നടത്തുമ്പോൾ കോസ്റ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഔട്ട്പുട്ടുകൾ ലോസ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാം. അങ്ങനെ ഓരോ പ്രോസസ്സിലും നമ്മൾ കോസ്റ്റിംഗ് നടത്തുന്നുണ്ട്. ഓരോ പ്രോസസ്സിലും കൺട്രോളിങ്ങും സാധ്യമാണ് എന്നുള്ളതാണ്. കൺട്രോളിങ് സാധ്യമാവുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു എഫിഷ്യൻസി അതിൻ്റെ വർക്കിലും ഔട്ട്പുട്ടിലും ഉണ്ടാവും എന്നുള്ളതാണ്. ദെൻ ആറാമത്തേത് ഇറ്റ് ഈസ് ഈസി ടു എക്സസൈസ് എഫക്റ്റീവ് കൺട്രോൾ ഓവർ പ്രൊഡക്ഷനുകളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പ്രൊഡക്ഷനുകളിൽ കൃത്യമായിട്ടൊരു എഫക്റ്റീവ് കൺട്രോൾ ഉണ്ടാവും എന്നുള്ളതാണ്. ദെൻ അടുത്ത ഡിസഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നോക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു വാല്യൂ വർക്ക് ഇൻ പ്രോഗ്രസ്. ഓരോ ഘട്ടത്തിലും എത്തി നിൽക്കുന്ന വർക്ക് ഇൻ പ്രോഗ്രസ്സുകൾ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് ഹൈലി റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഓരോ പ്രോഡക്റ്റും ഏതൊക്കെ ഘട്ടത്തിലാണ് അതിൻ്റെ പ്രൊഡക്ഷൻ തീർന്നത്, പ്രോസസ്സ് 1ൽ എത്ര ശതമാനം കംപ്ലീറ്റ് ആയി,
പ്രോസസ്സ് 2-ൽ എത്ര ശതമാനം കംപ്ലീറ്റ് ആയി, അങ്ങനെ ഓരോ ഘട്ടത്തിലും എത്ര ശതമാനം കംപ്ലീറ്റ് ആയി വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ദെൻ രണ്ടാമത്, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു വാല്യൂ ലോസസ്, വേസ്റ്റ്, സ്ക്രാപ്പ്. ദെൻ ലോസുകൾ സംഭവിച്ചതും അതുപോലെ തന്നെ വേസ്റ്റുകൾ സംഭവിച്ചതും സ്ക്രാപ്പുകളൊക്കെ എത്രയാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ കാരണം ഒരു പക്ഷേ ഒന്നാമത്തെ പ്രോസസ്സിൽ വേസ്റ്റായ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രോസസ്സിലേക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു ടേബിൾ ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഒരു ബെഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പ്രോസസ്സിൽ ഉണ്ടാകുന്ന വേസ്റ്റ് കൊണ്ട് ഒരു പക്ഷേ നാലാമത്തെയോ അഞ്ചാമത്തെയോ പ്രോസസ്സിലേക്ക് എത്തുമ്പോഴേക്ക് ചിലപ്പോൾ ആ ചെറിയ കട്ട് പീസുകൾ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ഫിനിഷ്ഡ് ഗുഡ്സിനെ എഫക്റ്റീവ് ആക്കാനോ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആക്കാനോ വേണ്ടിയിട്ട് നമ്മളത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വേസ്റ്റുകൾ, ലോസുകൾ, സ്ക്രാപ്പുകളൊക്കെ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും. ദെൻ മൂന്നാമത്തെ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അപ്പോർഷൻ ടോട്ടൽ കോസ്റ്റ് എമംഗ് ജോയിൻറ്റ് പ്രോഡക്റ്റ് ആൻഡ് ബൈ പ്രോഡക്റ്റ്. ജോയിൻറ്റ് പ്രോഡക്റ്റുകൾക്കും അതുപോലെ തന്നെ ബൈ പ്രോഡക്റ്റുകളുടെയും കോസ്റ്റ് കണക്കാക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും എന്നുള്ളതാണ്. ജോയിൻറ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിനോട് ചേർത്ത് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ് ജോയിൻറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വരുന്നതാണ് മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ചെയർ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നമുക്ക് ഉപയോഗിക്കുന്ന ജോയിൻറ്റ് പ്രോഡക്റ്റാണ്. പക്ഷേ ഒരു ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു വെളിച്ചെണ്ണ എന്നുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അവിടെ വെളിച്ചെണ്ണയുടെ രണ്ട് പ്രോഡക്റ്റുകൾ, ഒന്ന് തേങ്ങയാണ്, ഒന്ന് കൊപ്രയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ തേങ്ങയിൽ നിന്ന് വെളിച്ചെണ്ണയാക്കി മാറ്റുന്ന സമയത്തുണ്ടാക്കുന്ന ലഭിക്കുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് അവിടെ പിണ്ണാക്കെന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു പ്രോഡക്റ്റിനെ വെച്ച് നോക്കുമ്പം അതിൽ ജോയിൻറ്റ് പ്രോഡക്റ്റുകൾ ഉണ്ടാവും, ചിലതിന് ബൈ പ്രോഡക്റ്റുകൾ ലഭിക്കും, ഒന്നിൽ നിന്ന് മറ്റൊരു പ്രോഡക്റ്റ് ലഭിക്കും എന്നുള്ളതാണ്. അങ്ങനെ കൃത്യമായിട്ട് ജോയിൻറ്റ് പ്രോഡക്റ്റുകളുടെയും ബൈ പ്രോഡക്റ്റുകളുടെയും കോസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതും ഹൈലി ഡിഫിക്കൽട്ടാണ്. നാലാമത്തേത്, ദ പ്രോസസ് കോസ്റ്റിംഗ് ആർ ഓൺലി ഹിസ്റ്റോറിക്കൽ. നേരത്തെ പറഞ്ഞു പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലാണ്, കോസ്റ്റ് സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ കോസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ദീസ് ആർ നോട്ട് ഓഫ് മച്ച് യൂസ് ഓഫ് എഫക്റ്റീവ് കൺട്രോൾ. ഒരു പക്ഷേ ഇങ്ങനെ ഒരു കോസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ ഒരു കോസ്റ്റിംഗ് നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കൺട്രോളിങ് അവിടെ സാധ്യമാവില്ല. കാരണം കോസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഒപ്പം തന്നെ അതിൻ്റെ മെഷർമെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും കോസ്റ്റ് അധികമാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ ഒരു പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഇവിടുത്തെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നതാണ്. പ്രോസസ് കോസ്റ്റ് ആർ ഓൺലി ആവറേജ് കോസ്റ്റ്. അഞ്ചാമത്തെ പോയിന്റ്, പ്രോസസ് കോസ്റ്റ് ആർ ഓൺലി ആവറേജ് കോസ്റ്റ്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആവറേജ് കോസ്റ്റാണ്. നമ്മൾ എത്ര പ്രോഡക്റ്റ് ആണോ ഉണ്ടാക്കിയത് അതിൻ്റെ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്രോഡക്റ്റ് ആയിരിക്കും അതിൻ്റെ ശരാശരി കണ്ടെത്തുന്നത്. ദെൻ ദീസ് ആർ നോട്ട് ആക്യുറേറ്റ്. ജസ്റ്റ് ഒരു കണക്ക് മാത്രമായിരിക്കും, അത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാത്തമാറ്റിക്കൽ ആവറേജ് എന്ന് പറയുന്നത് ഒരിക്കലും ആക്യുറേറ്റ് ആയിരിക്കില്ല എന്നുള്ളതാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ 50 + 50 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ അവിടെ ഈക്വൽ ടു 50 ആണ്. എന്നാൽ 70 + 30 എന്ന് പറഞ്ഞ് ഡിവൈഡ് ബൈ 2 എന്നടിച്ചാലും അവിടെ റിസൾട്ട് വരുന്നത് 50 ആണ്. അപ്പോൾ ശരാശരിയുടെ ആവശ്യം അത്രയേ ഉള്ളൂ. രണ്ട് പേരുടെ മാർക്ക് അല്ലെങ്കിൽ രണ്ട് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ കൂട്ടി ആവറേജ് കണ്ടാൽ അവിടെ ചിലതിൽ കൂടുതലുണ്ടാവും, ചിലതിൽ കുറവുണ്ടാവും. പക്ഷേ ഒരിക്കലും ഒരു ശരാശരി എന്ന് പറയുന്നത് ആക്യുറേറ്റ് കണക്കാവില്ല എന്നുള്ളതാണ്. ആറാമത്തേത്, വെൻ മോർ ദാൻ വൺ പ്രോഡക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട്. ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പം കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട്. ഒരു പെർ യൂണിറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. നമ്മൾ ആയിരക്കണക്കിന് പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വലി ചിലപ്പോൾ ഓരോന്നിനും കോസ്റ്റുകളിൽ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ അർത്ഥത്തിൽ നോക്കുമ്പം അതിൻ്റെ ഇൻഡിവിജ്വൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. അവിടെ സാധ്യമാകുന്നത് ഇതേപോലെ ഒരു ശരാശരി വെച്ചിട്ടുള്ള ഡീലിങ്സുകളാണ് അവിടെ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. ദെൻ ഇനി പ്രൊസീജിയേഴ്സ് ആണ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പറയുന്നത്. ദെൻ ഒന്നാമത്തെ പ്രൊസീജിയേഴ്സ്, സെപ്പറേറ്റ് പ്രോസസ് അക്കൗണ്ട് ഈസ് ഓപ്പൺ ഫോർ ഈച്ച് പ്രോസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഓരോ പ്രോസസ്സിനും സെപ്പറേറ്റ്
അക്കൗണ്ടുകൾ, പ്രോസസ് അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നു എന്നതാണ് ഒന്നാമത്തെ പ്രൊസീജിയർ. രണ്ടാമത്തെ, ബിസൈഡ്സ് പർട്ടിക്കുലേഴ്സ് കോളം 2 columns ആർ പ്രൊവൈഡഡ് ഓൺ ബോത്ത് സൈഡ്. പർട്ടിക്കുലേഴ്സ് കോളത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ 2 കോളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 2 സൈഡിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സൈഡ് ഓഫ് ദി പ്രോസസ് അക്കൗണ്ട്. അത് ഒന്നാമത്തെ കോളം അഥവാ എമൗണ്ട് കോളത്തിൻ്റെ പോലെ 2 കോളം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഒന്നാമത്തെ കോളം യൂണിറ്റ് ആണ്, രണ്ടാമത്തെ കോളം എമൗണ്ട് ആണ്. യൂണിറ്റ് നമ്മൾ ക്വാണ്ടിറ്റിയിലും എമൗണ്ട് റുപ്പീസിലുമാണ് അടയാളപ്പെടുന്നത്. എന്ന് വെച്ചാൽ പർട്ടിക്കുലേഴ്സ് കോളവും 2 എമൗണ്ട് ടൈപ്പ് കോളവും, ഒന്നാമത്തേതിൽ യൂണിറ്റ് എന്നും രണ്ടാമത്തേതിൽ എമൗണ്ട് എന്നും കൊടുക്കും. യൂണിറ്റ് രേഖപ്പെടുത്താൻ ഒരു സെപ്പറേറ്റ് കോളം ഉണ്ടാവും എന്നർത്ഥം. ദെൻ മൂന്നാമത്തേത്, ഓൾ ദി എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ് ഇൻ ദ റെസ്പെക്റ്റീവ് പ്രോസസ് അക്കൗണ്ട്. എല്ലാ എക്സ്പെൻസുകളും നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ നാലാമത്തേത്, വേസ്റ്റേജ്, സെയിൽ ഓഫ് സ്ക്രാപ്പ്, ബൈ പ്രോഡക്ട്സ് എറ്റ്സെട്ര ആർ റെക്കോർഡഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ പ്രോസസ് അക്കൗണ്ട്. വേസ്റ്റേജുകളും അതുപോലെ തന്നെ സെയിൽ ഓഫ് സ്ക്രാപ്പ്, നമ്മൾ ലഭിക്കുന്ന ഈ ചെറിയ ചെറിയ ആക്രി സാധനങ്ങൾ, അതുപോലെ തന്നെ ബൈ പ്രോഡക്റ്റുകൾ, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്തു വെക്കേണ്ടത്. ദെൻ അഞ്ചാമത്തേത്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഷോസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ റുപ്പീസ്. ഡെബിറ്റ് സൈഡിൻ്റെയും ക്രെഡിറ്റ് സൈഡിൻ്റെയും ഡിഫറൻസുകൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഔട്ട്പുട്ട് അഥവാ ക്വാണ്ടിറ്റി കോളം ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പ്രോസസ് വിച്ച് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി നെക്സ്റ്റ് പ്രോസസ്സ്. ദെൻ ഔട്ട്പുട്ടുകൾ നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രോബ്ലത്തിൻ്റെ പാർട്ടിൽ പറയാവുന്നതാണ്. ആറാമത്തേത്, ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻ എവറി പ്രോസസ് ഈസ് കാൽക്കുലേറ്റഡ്. എല്ലാ പ്രോസസ്സിലെയും കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ബൈ ഡിവൈഡിങ് ദ നെറ്റ് കോസ്റ്റ് ബൈ ദ ഔട്ട്പുട്ട്. നെറ്റ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട്, അഥവാ സിംപ്ലി പറഞ്ഞാൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഈക്വൽ ടു നെറ്റ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട്. ഓരോ പ്രോസസ്സിലും ഇതുപോലെ ചെയ്യും. ഏഴാമത്തേത്, ദ ഔട്ട്പുട്ട് ഓഫ് ലാസ്റ്റ് പ്രോസസ്സ് അഥവാ ലാസ്റ്റ് പ്രോസസ്സിലെ ഔട്ട്പുട്ട്, അതിലെ കോസ്റ്റും അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്. ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എട്ടാമത്തേത്, ഇൻകംപ്ലീറ്റ് യൂണിറ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് പീരീഡ്, അഥവാ അക്കൗണ്ടിങ് പീരീഡ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻകംപ്ലീറ്റ് യൂണിറ്റ് ഉണ്ടെങ്കിൽ ദെൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടേംസ് ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ്. അത് കംപ്ലീറ്റഡ് യൂണിറ്റിൻ്റെ ടേംസിലേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഓരോ പ്രോസസ്സും ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഇൻകംപ്ലീറ്റ് യൂണിറ്റ് ഉണ്ടെങ്കിൽ ദെൻ അത് കൺവേർട്ടഡ് ഇൻ ടു ടേംസ് ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ്, അത് കംപ്ലീറ്റഡ് യൂണിറ്റ് ആയിട്ടാണ് പരിഗണിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനപ്പെട്ട് ഈ പാർട്ട് 1 സൂചിപ്പിക്കാനുള്ളത്. ഇനി അടുത്ത നമ്മൾ പാർട്ട് 2 ഇതിൻ്റെ പ്രോബ്ലം പാർട്ടുകളാണ് ചർച്ച ചെയ്യുന്നത്. അവിടെ പ്രോബ്ലം സോൾവിങ്ങുകളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറിങ്ങും ഒക്കെ നമുക്ക് നടത്താനുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്, പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഫോർമാറ്റുകളും അനുബന്ധ സംഗതികളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട് ചർച്ച ചെയ്തത് പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ പാർട്ട് 1, ഒന്നാമത്തെ പാർട്ടാണ് ചർച്ചയ്ക്ക് എടുത്തത്. ദെൻ അതിൽ നമ്മൾ കൃത്യമായിട്ട് പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ മീനിങ്ങുകൾ, ഡെഫിനിഷനുകൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു. ദെൻ ഈ പ്രോസസ് കോസ്റ്റിങ്ങിനെ ആവറേജ് കോസ്റ്റിംഗ് എന്നും അതുപോലെ തന്നെ കണ്ടിന്യൂസ് കോസ്റ്റിംഗ് എന്നും പ്രത്യേകം വിളിക്കുന്നുണ്ട്. ഓരോ പ്രോഡക്റ്റിൻ്റെയും ഓരോ സ്റ്റേജിലെയും കൃത്യമായിട്ടുള്ള പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് കോസ്റ്റ് നമ്മൾ കണ്ടെത്തുന്നത് കൊണ്ടാണ് ഇവിടെ ആവറേജ് കോസ്റ്റിംഗ് എന്നൊരു പേര് വിളിക്കാനുള്ള പ്രധാന കാരണം. അതുപോലെ തന്നെ കണ്ടിന്യൂസ് കോസ്റ്റിംഗ് എന്ന് വരാനുള്ള കാരണം ഒരു പ്രോസസ്സ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിംഗ് ആണ് നമ്മൾ ഈ ഒരു പ്രോസസ് കോസ്റ്റിങ്ങിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂസ് കോസ്റ്റിംഗ് എന്നും വിളിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജുകളൊക്കെ നോക്കി. ദെൻ 8 പ്രൊസീജിയറുകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ജോബ് കോസ്റ്റിങ്ങും അതുപോലെ തന്നെ പ്രോസസ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസുകളും നമ്മൾ ഇന്ന് കവർ ചെയ്തു. ഇത്രയാണ് നമുക്ക് പാർട്ട് 1 നമുക്ക് പറയാനുള്ളത്. ദെൻ ഇതിൻ്റെ അക്കൗണ്ടിങ് പ്രൊസീജിയറുകളും അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിൽ ഉണ്ടാകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പാർട്ട് 2 ചർച്ച ചെയ്യാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പഠന വിഷയങ്ങളിൽ നന്നായിട്ട് ഉത്സാഹിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. താങ്ക് യു.